കാരണം എന്തും ഒരു കാലം വരുമ്പോൾ മാറിക്കൊടുത്തേ മതി. നമ്മൾ പ്രാക്ടിക്കലി എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണം, ഒരു കംപ്ലൈന്റിലേക്ക് എങ്ങനെ അതിന്റെ സൊല്യൂഷനിലേക്ക് എത്തണം എന്നുള്ളതിനൊരു റൂട്ട്. ആ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഇവർ തിയറി ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പോൾ ചില ടെക്നോളജികൾ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യും, ആ ഒരു ഡെവലപ്പ് ചെയ്തിട്ട് അവർ അതിൽ പേറ്റന്റ് എടുക്കും. ഏത് മേഖലയിലായിക്കോട്ടെ അതിലുള്ള അപ്ഡേഷൻസ് അപ്പോൾ അറിയുകയും അതിന് മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്താലേ പിടിച്ചേക്കാൻ പറ്റും. ടെക്നീഷ്യന്മാരില്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഈ മൊബൈൽ ഫോണിന്റെ മദർ ബോർഡ് റിപ്പയർ ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. നോർമൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു, റെസിസ്റ്റർ പോലും കാണാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോ റെസിസ്റ്റർ നോർമലി അങ്ങനെ നോക്കിയാൽ കുറച്ച് പാടാണ്. അതൊരു ഡിവൈസ് ആയിരിക്കും. അതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് കാലകാലങ്ങളായിട്ട് നമുക്ക് പേജർ വന്നു, പേജർ പോയി, സ്മാർട്ട് ഫോണുകൾ വന്നു. ആദ്യം നമ്മൾ പഴയ അല്ലേ നോക്കിയ 3310 അത് വന്നു, നമ്മൾ മാറി അടുത്തയിലേക്ക് വന്നു, രൂപം മാറി ഇപ്പൊ ഇങ്ങനത്തേലായി. പക്ഷെ ഇതും ഇനി മാറി, ഇത് ആളുകൾ ഇപ്പൊ കൊണ്ടുനടക്കാവുന്ന പരമാവധി സൈസിലാണ് ഓരോരുത്തർ ഫോൺ ഇറക്കുന്നത്. ഇനി ഇതൊന്നും പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് പോകും. ഏത് വർഷത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്? മൊബൈൽ ഫോൺ ഇല്ലാതെയായിട്ട് മനുഷ്യൻ 5 കൊല്ലമൊക്കെ പ്രതീക്ഷിക്കാം. കാരണം ഞാൻ ഒരിക്കലും അതിൽ അക്സെപ്റ്റ് ചെയ്യില്ല സ്മാർട്ട് ഫോൺ ഇല്ലാണ്ടാവും എന്നുള്ളത്. കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് സ്മാർട്ട് ഫോൺ അല്ല, സ്മാർട്ട് ഫോണിന്റെ ഫീച്ചറുകൾ സ്പെക്കിലേക്ക് വരും. ഈ ഒരു ഡിവൈസ് എന്നുള്ള ഇങ്ങനത്തെ ഒരു രൂപം മാറാം. അത് ഫങ്ഷൻസ് നമ്മൾ ഇത് കൊണ്ട് നടക്കാനുള്ളത് മാറി. വർഷത്തിന്റെ ഉള്ളിലൊന്നും ഈ ഒരു രൂപത്തിൽ നിന്ന് മാറ്റം വരില്ല. നമ്മളെ മേഖല 100% മാറുന്നല്ല. നമ്മളെ ഈ മേഖല സ്മാർട്ട് ഫോൺ പറയണം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഡിസ്പ്ലേ അല്ലേ? ഈ ഡിസ്പ്ലേയുടെ ആവശ്യം വരില്ല. ഈ ഡിസ്പ്ലേക്ക് ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് ഫോൺ പറയട്ടെ. ഇത് നമ്മളെ മാർക്കറില്ലേ, നമ്മുടെ ബാറ്ററിയുടെ സൈസ് കുറയ്ക്കാൻ സാധിച്ചാൽ, ലിഥിയം അയോണിന്റെ ആ ഒരു കൺസെപ്റ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ട് വളരെ ചെറിയ സൈസിലേക്ക് വരുന്നുണ്ട്. ബാറ്ററി വന്നു കഴിഞ്ഞു ഓൾറെഡി. നമ്മുടെ ഈ ഒരു മാർക്കറിന്റെ തിക്നെസ് മാത്രമുള്ള ഒരു ഡിവൈസ് ആയിട്ട് റോളബിൾ ആയിട്ടുള്ളത് മദർ ബോർഡിന്റെ തിക്നെസ് കണ്ടിട്ടില്ല, ഐഫോണിന്റെ മദർ ബോർഡ്. അപ്പൊ അത് അതിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കയറ്റാൻ പറ്റുന്ന അത്രയും ചെറിയ ഒരു സാധനത്തിന്റെ അകത്തുനിന്ന് ഇപ്പൊ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് റോൾ അടുത്തൊല്ലം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരു ഡിവൈസ് ഉണ്ടാവും. സ്മാർട്ട് ഫോൺ ഉണ്ട്, രൂപം മാറും. അതിലൊക്കെ ടെക്നോളജികൾ ഉണ്ട്. അതിന് പറയുന്നവര് ചാർജ് ചെയ്യണ ആവശ്യമുണ്ട്, അതൊക്കെ ഉണ്ടാവും. അതായത് ടെക്നീഷ്യന്മാർക്ക് ഒരിക്കലും പണി കൂടുകയുള്ളൂ. അതെ, സ്മാർട്ട് ഫോൺ ഇല്ലാണ്ടാവും എന്ന് പറയുമ്പോ പല ആളുകളും ഈ ഷേപ്പിൽ നിന്നും ഈ ഒരു മേഖല ഇല്ലാണ്ടാവില്ല, ഈ മേഖലയിലെ തൊഴിൽ ഇല്ലില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അവർ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. നിങ്ങൾ എന്തായാലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഈ രൂപം മാറി സ്പെക്കിലേക്ക് വന്നാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഈ സ്പെക്ക് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിന്റെ കോഴ്സ് നിങ്ങൾ പഠിപ്പിക്കും അല്ലേ? പഴയ ഇതിലോട്ട് മാറിയ പോലെ മറ്റൊന്നിലേക്ക് പോകും. സംഭവിക്കുള്ളൂ. ഈ സ്മാർട്ട് ഫോൺ എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാകുന്നില്ല. കണക്ടിവിറ്റി മസ്റ്റ് ആയിരിക്കും. നമ്മള് വലിയ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണിലേക്ക് വന്ന സമയത്ത് ആളുകൾ എന്താ പറഞ്ഞതെന്നറിയോ? ഇതെങ്ങനെ റിപ്പയർ ചെയ്യുക? കാരണം നമ്മൾ കണ്ണൂർ നോക്കിയാൽ പോലും കാണാത്ത സാധനം എങ്ങനെ റിപ്പയർ ചെയ്യുക? അന്നത്തെ ഐസിക്കൊക്കെ എത്ര വലുപ്പമുണ്ട്, ബോർഡുകൾക്ക് എത്ര വലുപ്പമുണ്ട്, അത് വലുതാ. അത് ഇപ്പോഴത്തെ ഇതിന്റെ സാഹചര്യത്തിന് തന്നെ. അപ്പൊ നമ്മൾ പുതിയ പുതിയ ഫോണുകൾ വരുന്ന സമയത്ത് ഇപ്പൊ ഡബിൾ ഡെക്കർ ബോർഡുകൾ വന്ന്, സാൻഡ്വിച്ച് ബോർഡ് അത് വന്ന സമയത്ത് നമ്മൾ ആലോചിച്ചു, പഠിച്ചവൻ അതെങ്ങനെ ഇനി റിപ്പയർ ചെയ്യണം? പക്ഷെ അത് റിപ്പയർ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ കമ്പനി ആപ്പിളിൽ തന്നെ പല സാധനങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് മാത്രം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ ക്യാമറ ഇപ്പോൾ ഐഫോണിൻ്റെ ഒരു ക്യാമറ മാറ്റുന്ന സമയത്ത് നമ്മൾ മാറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് കാണിക്കും, ഇത് വേറൊരു പാർട്ടാണ്, അൺനോൺ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു എന്ത് ചെയ്യും ഇനിയിപ്പം പുറത്ത് കസ്റ്റമർക്ക് പുറത്തുള്ള ഷോപ്പുകാർക്ക് നമ്മളെപ്പോലുള്ള സാധാരണ ടെക്നീഷ്യന്മാർക്ക് ജോലി ഉണ്ടാവും. ഇത് മുഴുവൻ കമ്പനിയിൽ നിന്ന് ചെയ്യേണ്ടി വരുമല്ലേ? അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് വന്നു. അതിനുള്ള സൊല്യൂഷൻ അപ്പൊ എന്തിനുള്ള അപ്ഡേഷൻ വന്ന സമയത്തും ടെക്നീഷ്യന്മാർക്ക് ജോലി കൂടിയതാ. എന്തൊക്കെ പുതിയ സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ സ്പെക്ക് വന്നു കഴിഞ്ഞാല് ഈ സ്പെക്കിനെ കുറിച്ച് നന്നായിട്ട് ഇത് ചെയ്യേണ്ട ആളുകൾ ടെക്നീഷ്യന്മാർ. അത് വന്ന്
പെന്നിന്റെ രൂപത്തിലേക്ക് എത്തി. സാറ് അപ്പോഴും technician വേണം. ഒരു ഡിസ്പ്ലേ ഇങ്ങനെ വലിച്ചെടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈന്റെ മുകളിലേക്ക് ഡിസ്പ്ലേ വരുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ കാണുന്ന ഡിവൈസിന് കംപ്ലൈന്റ് വരും. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഒരു ബാറ്ററി നിർബന്ധമായിട്ടുണ്ടാവും. ബാറ്ററി ഉണ്ടാവില്ലേ, അതിന് ബാറ്ററി ഉണ്ടെങ്കിൽ അതിനെ ചാർജ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ICs ഉണ്ടാവും, ഹാർഡ്വെയർ എന്തായാലും ഉണ്ടാവും, ഒരു സോഫ്റ്റ്വെയർ സൈഡ് ഉണ്ടാവും. ഇതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പൊ അവിടെയൊക്കെ ഒരു എക്സ്പേർട്സിനാണ് അവസരം. അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഉള്ളതിൽ നിന്ന് മാറിയിട്ട് എക്സ്പേർട്സിനാണ് കൂടുതൽ അവസരം. നമ്മളെ പഴയ 1100 ഇതിലുണ്ട്, അതിനകത്ത് ആകെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് കോളിംഗ്, SMS, പിന്നെ അതുപോലെ തന്നെ 1-2 ചെറിയ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അതിൽ നിന്ന് ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലേക്ക് മാറി. അത്രയധികം ടെക്നോളജികൾ വളർന്നു. അതിനനുസരിച്ച് എന്തായി, ടെക്നീഷ്യന്മാരുടെ വർക്കിൽ വ്യത്യാസം വന്നു, ആ സർവീസിൽ യൂസ് ചെയ്യുന്ന മെഷീനറീസിൽ വ്യത്യാസം വന്നു, എല്ലാ കാര്യത്തിലും ടോട്ടലി ചേഞ്ച് വന്നു ഇല്ലേ. അപ്പൊ ഈ ഒരു മാറ്റം ഇതിലധികമാണ് ഇനി കൂടുതൽ മുന്നോട്ട് വരികയുള്ളൂ എന്നുള്ളൂ. അതായത് ടെക്നീഷ്യന്മാരുടെ വാല്യൂ വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ മേഖല മാത്രമല്ല സകല മേഖലകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മാറ്റങ്ങൾ വന്നോണ്ടിരിക്കും. പറഞ്ഞ പോലെ രൂപങ്ങൾ ഇതിന്റെ മാറി 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 അത് ചിലപ്പോ നമ്മള് ഈ മൊബൈൽ ഫോണിന്റെ മദർ ബോർഡ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. നോർമൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു, അതിനകത്ത് റെസിസ്റ്റർ പോലും കാണാൻ പറ്റുമായിരുന്നു. ഇന്നിപ്പോ റെസിസ്റ്റർ നോർമലി അങ്ങനെ നോക്കിയാൽ കുറച്ച് പാടാണ്. ഇനിയിപ്പോ ഈ സ്പെക്കിനുള്ളിൽ ഒരു സർക്യൂട്ട് വരുമ്പോ അത് അതിനേക്കാളും സൂക്ഷ്മമായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനേക്കാളും ഇതായുള്ള ഒരു ഡിവൈസ് ആയിട്ട് നിങ്ങൾ ഇറങ്ങണം. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പുതിയ മെഷീൻസ് സാധാരണ ടെക്നീഷ്യൻസിന് അത് ചെയ്യാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സാർ ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന പല ഗാഡ്ജറ്റ്സും നാളെ അത് മൊബൈൽ ഫോണിലേക്ക് വരും. അപ്പൊ അതിനെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ചിലപ്പോൾ മൊബൈൽ ഫോണിന് ഒരു സ്പേസ് വേണ്ടി വരും. കാരണം പല പല ഡിവൈസുകൾ ഇടക്കാലത്ത് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് സാംസങ്ങിന്റെ ബീം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ടർ ഉള്ളത്, അത് ഇനി തിരിച്ചു വന്നേക്കാം. സൈസ് കുറഞ്ഞിട്ട് രൂപം മാറി വരും. ഇപ്പൊ അങ്ങനെ പല സാധനങ്ങളും ഒരു മൊബൈൽ ഫോണിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാറ്റഗറിയിലുള്ള മൊബൈൽ ഫോൺ സൈസ് കുറഞ്ഞിട്ട് വരും, സാറ് പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക്. പക്ഷെ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതായത് വലിയൊരു ഗാഡ്ജറ്റ്സിനെ ചെറിയൊരു രൂപത്തിലേക്ക് ആക്കുന്നതിന് ഒരു സ്മാർട്ട് ഫോൺ രൂപത്തിലേക്കായി. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു TV നമ്മൾ കൊണ്ടുവരുന്നത്, TVനെ എങ്ങനെ വലുതാക്കി പിടിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നമ്മൾ ആ സ്മാർട്ട് ഫോൺ അല്ല ഉപയോഗിക്കാം. അതുപോലെ അവിടെ സാധ്യത വരികയാണ്. അതിന്റെ റിപ്പയറിംഗ് സാധ്യതകൾക്ക് വേണ്ടിയിട്ടുള്ള ചില ഡിവൈസുകൾ ഉണ്ടാവും. നമ്മളിപ്പോ മുമ്പ് പറഞ്ഞ ഫോൺ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഔട്ട് ആവും എന്ന് പറഞ്ഞു, പക്ഷെ കമ്പ്യൂട്ടർ ഔട്ട് ആയിട്ടില്ല. അല്ല, ഇതെന്ത് വന്നു കഴിഞ്ഞാലും ഒറ്റയടിക്കാണ് മാറിയിട്ട് 100% ഒരിക്കലും ഇതിലേക്ക് വരില്ല. ആദ്യം അങ്ങനെ ഒരു സംഭവം വന്ന് വിപണി കീഴടക്കി ഇത് ആളുകളുടെ ഇതും, പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഈ സ്പെക്ക് വെച്ചാൽ ചിലപ്പോ കണ്ണിന് വിഷയമുണ്ടാകും എന്നൊരു വ്യാപകമായ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫെയിൽ ആവാം. ആപ്പിൾ വിഷൻ പ്രോ എത്രയോ ശതമാനം കമ്പനി തിരിച്ചു വിളിച്ചു. അതായത് പ്രൊഡക്ഷൻ 40% കറക്റ്റ് അറിയില്ല, 40% തോന്നുന്നു കമ്പനി തിരിച്ചു വിളിച്ചു. കാരണം ആളുകൾക്ക് തലവേദന വരിക, മീൻസ് അതിന്റെ അത്ര യൂസ്ഫുൾ മീൻസ് ഹാൻഡി അല്ല യൂസ് ചെയ്യാൻ. അപ്പൊ അതേപോലെ ഇന്നോവേഷൻ വരും കേട്ടോ, അടുത്ത വർഷങ്ങൾ ഇന്നോവേഷൻ വരും. പിന്നെ ഞാൻ പറഞ്ഞ റോളബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഇത് സ്മാർട്ട് ഫോണുകൾ അടുത്ത വർഷം ലോഞ്ച് ആവുന്നുണ്ട്. ചിലപ്പോ അതാണ് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഇത് മാറും. ഫോൾഡബിളിനേക്കാളും കാരണം ഫോൾഡബിൾ ഇപ്പോഴും ആളുകൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ. പക്ഷെ റോളബിളിന് അങ്ങനത്തെ വിഷയങ്ങളില്ല. ആളുകൾ ഇഷ്ടപ്പെടാത്ത സൈസ് കാര്യങ്ങൾ, ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് പക്ഷെ കമ്പനി ടെസ്റ്റ് ചെയ്യുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. കസ്റ്റമർ ഉപയോഗിക്കുന്നത് പൊടിയും അവിടെ സ്ക്രാച്ച് വരും, പാട് വരും. പക്ഷെ റോളബിളിന് ആ ഒരു പ്രോബ്ലം വരുന്നില്ല. അതും പല രീതിയിൽ പല കമ്പനികൾ ഇപ്പോ ഈ കഴിഞ്ഞ നടന്ന ഒരു എക്സിബിഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കണ്ടിട്ട് അതൊരു കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് നല്ല പ്രൈസ് ആയിരിക്കാം, ഇറങ്ങും എന്തും അങ്ങനെയായിരിക്കും. പൊതുവെ ഇങ്ങനത്തെ പുതിയ ടെക്നോളജികളൊക്കെ നല്ല പ്രൈസ് ആവും. അതുമാണ് ഒരു പക്ഷേ നമ്മളെ പെട്ടെന്ന് അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാത്തതും ആ പ്രൈസിന്റെ ഡിഫറൻസ് ആയിരിക്കും. പിന്നെ കാലം കുറെ ആവുന്ന പുതിയ ടെക്നോളജി വരും. പിന്നെ ഇത് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രൈസിംഗ് മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറയുകയാണെങ്കിലും നിലവിലെ ടെക്നീഷ്യന്മാരായിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ അതിലുള്ള അപ്ഡേഷൻസ് അപ്പോൾ അറിയുകയും അതിന് മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്താലേ പിടിച്ചേക്കാൻ പറ്റും. ടെക്നീഷ്യന്മാരില്ലാണ്ട് ഒരിക്കലും പറ്റില്ല. കാരണം ഏതൊരു ഡിവൈസ് ഇറങ്ങിയാലും ഏത് രൂപത്തിൽ ഇറങ്ങിയാലും അത് റിപ്പയർ ചെയ്യാൻ ടെക്നീഷ്യൻ ആവശ്യമാണ്. പക്ഷേ ഈ ടെക്നീഷ്യൻ ആ രൂപത്തിലുള്ള സാധനം റിപ്പയർ ചെയ്യാൻ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറികളും ഒക്കെ പുള്ളി പഠിച്ചിരിക്കണം. അതെ, എപ്പോഴും ആ മേഖല ടച്ച് വേണം, അല്ലെങ്കിൽ അതിനകത്ത് പുറംതിരിഞ്ഞ ബാക്കോട്ടേക്ക് പോകില്ല. ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം വ്ളോഗും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്?
രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം രാജ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ തായ്ലൻഡ്, മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഇത്രയും രാജ്യങ്ങൾ ഞാൻ പോയിട്ടുള്ളൂ. ചൈനയാണ് നമുക്ക് പോകണമെന്നൊരു ഇതുള്ള ഒരു രാജ്യം. ആളുകള് ഇവിടുത്തെ ഇന്ത്യയിലെ ആളുകളെക്കാളും കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? തായ്ലൻഡും മലേഷ്യയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യയും ശ്രീലങ്കയും സെയിം അത്ര ഇത് കണ്ടിട്ടില്ല. ഇപ്പൊ തായ്ലൻഡിലൊക്കെ പോയി നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ, മലയാളികളൊക്കെ പോകുമ്പോൾ കുറച്ച് ജാടയ്ക്ക് മറ്റേ ഐഫോണൊക്കെ കയ്യിലെടുത്ത് പിടിക്കും. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ റോഡിൽ നടക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ഐഫോൺ കൊണ്ടായിരിക്കും വന്നത്. അതൊരു ഇത് മാറും. പക്ഷേ നമ്മുടെ ഇവിടെ മാത്രമേ ഐഫോണിന് വിലുള്ളൂ. അതെ, ഐഫോൺ എന്തോ സംഭവം. ശരിക്കും ഐഫോൺ സംഭവമല്ല. അവിടെ മാത്രമല്ല, അവിടെ മറ്റേ നെറ്റ്വർക്കുകാര് EMI ഇതിലാണ് പ്ലാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉൾപ്പെടെ കൊടുക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ട്. അവരത് ഉപയോഗിക്കുക കൂടുതലും. അവിടെ ഈ ഒപ്പോയും വിവോയൊന്നും ഉണ്ട്, പക്ഷെ വല്ല മുക്കിലും മൂലയല്ല ഉപയോഗിക്കുന്ന ആൾക്കാർ. 99% ആൾക്കാരുടെയും കയ്യിൽ ഐഫോണാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അവരൊക്കെ ടെക്നോളജിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനും ഇതിനും അവർ ഇത് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ കൂടുതലും ടൂറിസം ആണ് അവരുടെ മെയിൻ വരുമാനം. അപ്പോൾ ഈ ടൂറിസ്റ്റുകൾ വരുന്ന പല രാജ്യങ്ങളിൽ നിന്നായതുകൊണ്ട് തന്നെ അവർ ആ ടെക്നോളജി കൂടുതലാക്കി ടൂറിസ്റ്റുകൾക്ക് മാക്സിമം എന്ത് കാര്യങ്ങൾ ചെയ്യും, അങ്ങനത്തെ പുതിയതായിട്ട് വരുന്നവർക്ക് ഇവിടെ എന്ത് കാണാനും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഇത് ചെയ്യുന്നുണ്ടാവും. ടെക്നോളജിയുടെ കാര്യത്തൊക്കെ ഒരു അപ്ഡേറ്റഡ് ആണ്. അതെ അതെ. പിന്നെ സാറിന്റെ യാത്രയില് സാറിന്റെ ഏതെങ്കിലും ഗാഡ്ജറ്റ്സുകളൊക്കെ കംപ്ലൈൻസ് ആവുകയോ അത് സർവീസിന് കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഇതുവരും വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു എന്താണ് ലാപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെടുക്കുമ്പോൾ കൂടുതൽ നമ്മൾ ആപ്പിളിൻ്റെ എടുക്കും. കാരണം എവിടെയും നമുക്ക് സർവീസ് ചെയ്യാം എല്ലാ രാജ്യങ്ങളിലും. പക്ഷേ നമ്മളൊരു ഒപ്പോന്റെ വിവോന്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്റർനാഷണൽ സർവീസ് അല്ലെങ്കിൽ ഇത് കിട്ടില്ല, വാറണ്ടി ഇന്റർനാഷണൽ വാറണ്ടി ഒരു വലിയ ഫാക്ടറാണ് ഈ ആപ്പിളും മറ്റു കമ്പനികളായിട്ടുള്ള കേസിൽ. അതെ, ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഫോണുകൾ ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസങ് കൊടുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു. ചില ബ്രാൻഡുകൾ ചില രാജ്യത്തേക്ക് മാത്രമായിട്ട് ചില മോഡലുകൾ പ്രശ്നങ്ങളാണ് കൂടുതൽ. ഇപ്പൊ നമ്മളെ കേസിൽ ഇപ്പൊ ഒരു പല ഡിവൈസുകളും ഇപ്പോ സാറ് നേരത്തെ പറഞ്ഞ ഇന്തോനേഷ്യ, അവിടുത്തെ ഒരു സാംസങ്ങിന്റെ ഒരു ഫോണും സെയിം ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങിയ ഫോണും തമ്മിൽ വ്യത്യാസമുണ്ട്. കാണാനുള്ള ലുക്കും കാര്യങ്ങളും സെയിം ആയിരിക്കും. പല സെറ്റുകളും സെയിം സെറ്റുകൾ പിന്നെ നമ്മൾ അയച്ചു കഴിയുമ്പോൾ അതിന്റെ ബോർഡിൽ അറേഞ്ച്മെന്റ് മാറ്റം ഉണ്ടാവും. പലതിന്റെ നമുക്ക് ക്യാമറ നമ്മുടെ ഫോണുകളിൽ മാത്രമല്ല, നിങ്ങളൊരു മുഖത്ത് തേക്കുന്ന ക്രീം എടുത്താൽ പോലും നമ്മുടെ ഗൾഫിൽ ഇറക്കുന്ന ഒരു ക്രീമും ഇവിടെ ഇറക്കുന്ന ക്രീം വ്യത്യാസമില്ലേ, എല്ലാം മാറ്റം. അതെ, കാരണം അവര് ഏറ്റവും നല്ലത് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്തും സഹിച്ചോളും. നമ്മുടെ ഗവൺമെന്റുകൾ, അത് ഏത് ഗവൺമെന്റ് ആയാലും ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്നുള്ളത് അവർ നമുക്ക് എന്തും തരും. ക്വാളിറ്റി കൺട്രോൾ എന്നാണ് വെറുതെ നമ്മൾ ISI മാർക്ക് കൊടുക്കുന്നല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് ഗാഡ്ജറ്റുകൾ ഇവിടെ ഇറങ്ങുന്നത് അല്ലേ, പല രൂപത്തിലുള്ള ഒന്നിനും പറ്റാത്ത ഗാഡ്ജറ്റുകൾ വരെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു, കുറച്ച് ഉപയോഗിച്ച് ഒഴിവാക്കുന്നു. ശരിക്കും കോമൺലി ഇപ്പൊ ആളുകളെല്ലാം ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസ്. ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് എന്നുള്ളത് സാറിന് തോന്നിയിട്ടുള്ളത് കോംപ്ലിക്കേറ്റഡ് തന്നെ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ഡിവൈസും തുടക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ 3-4 ദിവസം കഴിയുമ്പോൾ നമുക്കത്, നമ്മൾ പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സിനോട് താല്പര്യമുള്ള ഉപയോഗിക്കാനുള്ള യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ആ യൂസ് ചെയ്യാനുള്ള ടഫിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഡിവൈസ് എന്നുള്ള ഇപ്പൊ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോണ്, വാച്ചുകള്, അതിൽ ഏതാണ് ഒരു ഗ്ലാസ്, ഹെഡ്സെറ്റ്, ഇതൊക്കെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളാണ്. അപ്പൊ ഇതില് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഏതാണ്? ഇല്ല, ഇപ്പൊ അത്യാവശ്യം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന മൊബൈൽ, ലാപ്ടോപ്പ് ആയിരിക്കും. അപ്പൊ കൂടുതൽ നമ്മളത് പറയാനുള്ളൂ. ബാക്കിയുള്ളതെന്ന് തന്നെ ബാക്കി ഇപ്പോൾ ഒരു TV ആണെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ ചില കംപ്ലൈൻസ് കാണാപ്പാടമാണെന്ന് തന്നെ പറയാം. ഞാനൊരു ഇലക്ട്രോണിക്സ് വർക്ക് അതെ, സ്മാർട്ട് TV വന്നപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെതായ ഒരു ഇതുള്ളത് കൊണ്ട് അത് വേണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയാം. പഴയ TV അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷേ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് മൊബൈൽ ഫോൺ തന്നെയാണ്. അതെ, മൊബൈലും ലാപ്ടോപ്പും. മൊബൈൽ ഫോൺ സർവീസ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ഇപ്പൊ നിലവിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഏതൊരു ഗാഡ്ജറ്റ്സും സർവീസ് ചെയ്യാൻ അതെ. ഒരു മൊബൈൽ ഞങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ റിപ്പയർ ചെയ്യുന്ന ഒരാള് അദ്ദേഹത്തിന് ഏത്
ഡിവൈസും ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ചെയ്യാൻ പറ്റും. അനായാസം സർവീസ് ചെയ്യാം. ഇപ്പോ പല അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എല്ലാത്തിലും ഒരു ഇത് സംയുക്തമാണല്ലോ മൊബൈൽ ഫോൺ. ഇപ്പോ പല ഇലക്ട്രിക് വണ്ടികൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഡിസ്പ്ലേകൾ നോക്കിയാൽ മനസ്സിലാവും. ഏതർ ആയിക്കോട്ടെ, ഓല ആയിക്കോട്ടെ, ഒരു സ്മാർട്ട് ഫോൺ തന്നെ, ഒരു സ്മാർട്ടാണ് ഇതിന്റെ. അത് നമ്മളിപ്പോ ലാപ്ടോപ്പ് പറയുമ്പോ അതിൽ സിം ഇടാനുള്ള ഫംഗ്ഷൻ മിക്കയിലും ഇല്ല എന്നുള്ളത് കൊണ്ട് അത് ഓർഡർ കുറവ്. ഇതിൽ അതുകൊണ്ട് ബാക്കി നമുക്ക് ഒരു നല്ലൊരു ഉദാഹരണം. അനുപേട്ടന്റെ സ്ഥാപനത്തില് അനുപേട്ടന് വേറൊരു സ്ഥാപനമുണ്ട്. അവിടെ നമ്മുടെ എല്ലാ ഡിവൈസും സ്മാർട്ട് ഫോൺ റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് ആണ്. പക്ഷെ അവിടെ ഏത് ഡിവൈസും സർവീസ് അതായത് ഇതിലൊക്കെ ഇതിലെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു സംഭവം ഇതൊക്കെ കോമൺ ആണ്. കാരണം ഇപ്പൊ ഒരു നമ്മുടെ ഇയർബഡ് ആണെങ്കിൽ അതിലൊരു ബ്ലൂടൂത്ത് സിസ്റ്റം ഉണ്ട്. ഒരു റേഡിയോ ആണെങ്കിൽ അല്ലെ, റേഡിയോ അത് ഇതിൽ ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിന്റെ ഒരു സംയുക്തമാണ് നമ്മൾ ഒതുക്കിക്കൊണ്ടു. അതെ, പിന്നെ എല്ലാം ഒരു SMD എന്ന് പറഞ്ഞ IC ലെവലിലേക്ക് സാധനം മാറിയ ശേഷം ഒക്കെ ഈ വേറെ കാര്യം പറയാലോ, നമ്മള് വേറെ ഡിവൈസ് ഇല്ല. ഇപ്പൊ നമ്മുടെ ഐഫോണിന്റെ ഫോണാണ് ഊരി കഴിഞ്ഞാൽ തന്നെ അതിൽ സാംസങ്ങിന്റെ IC ഉണ്ടാവും. പല കമ്പനികളും IC പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പുറമെ നമ്മൾ ഐഫോൺ ആൻഡ്രോയിഡ് പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ നമ്മളെ സാറ് പറഞ്ഞ പോലെ അന്തർധാര സജീവമാണ്. ഇപ്പൊ ചില ടെക്നോളജികൾ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യും. ആ ഒരു ഡെവലപ്പ് ചെയ്തിട്ട് അവർ അതിൽ പാറ്റന്റ് എടുക്കും. ഇത് മറ്റൊരു കമ്പനിക്ക് നേരിട്ട് അവർ ഉപയോഗിക്കാൻ കൊടുക്കില്ല. പകരം അവർ ഏതിലാണോ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു ഇത് മറ്റേ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളെ കേസിലാണെങ്കിൽ ഇപ്പോ പുതിയ കാറുകളൊക്കെ റിമോട്ട് കീ ആണ് വരുന്നത്. അതിൽ വരുന്ന ICകളും സ്മാർട്ട് ഫോൺ വരുന്ന ICകളും സെയിം ഉണ്ട്. അപ്പോൾ പല ICകളും സെയിം ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഡിസ്പ്ലേകൾ വരുന്ന പല കമ്പോണന്റും സെയിം ആണ്. സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരു സ്മാർട്ട് ഫോൺ റിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ എല്ലാ ഡിവൈസും റിപ്പയർ ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോൺ റിപ്പയർ ചെയ്യുന്ന ആള് ജസ്റ്റ് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പല കാര്യങ്ങളിലേക്കും ചിന്തിക്കുകയും പുതിയ ഡിവൈസുകൾ ഇറങ്ങുന്ന സമയത്ത് അത് എക്സ്പ്ലോർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അതിനധികം ആൾക്കാർ താല്പര്യം കാണിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് സ്മാർട്ട് ഫോൺ സർവീസ് സെന്റർ എന്ന് പറയുന്നത് വെറും ഒരു സ്മാർട്ട് ഫോൺ സർവീസ് സെന്റർ മാത്രമായിട്ട് നിലനിർത്തരുത് എന്നുള്ളതാണ്. ഏത് ഇലക്ട്രോണിക്സ് ഡിവൈസ്, ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസും അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് സർവീസ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും അവിടെ സർവീസിന് എടുക്കാം, അവർക്ക് നന്നായി കൊടുക്കാം എന്നതാണ്. ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ സർവീസ് സെന്റർ മാത്രം എന്നുള്ള രീതിയിൽ ഒതുങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതെ, പക്ഷെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ മടി മറ്റല്ലെങ്കിൽ ഒരു ചെറിയ ഡിവൈസ് ആണല്ലോ ഇതിന്റെ അത്രയും വരുമാനം. പക്ഷെ ഇപ്പൊ മാറി, ഇപ്പൊ ഒരുവിധം എല്ലാ സ്പെയറും നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. മുമ്പേ സ്പെയറുകൾ കിട്ടില്ലായിരുന്നു, എല്ലാ സ്പെയറുകളും എന്തിന്റെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പറയുന്നില്ലേ, ഇപ്പൊ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ, ചെറിയ എയർപോഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ബാറ്ററി തുടങ്ങിയിട്ട് JBL അങ്ങനത്തെ ബ്രാൻഡഡ് സാധനങ്ങളെ സ്പീക്കറുകൾ വരെ, സ്പീക്കർ, ബാറ്ററി അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ICകൾ ഇപ്പോൾ JBLന്റെ ഒക്കെ സ്പീക്കറിന് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ചാർജിങ് IC കംപ്ലൈൻറ്റ് വരും. അതായത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോണ കംപ്ലൈൻറ്റ് വരും. അതുപോലെ ചാർജ് കയറാത്ത കംപ്ലൈൻറ്റ്, ഇങ്ങനത്തെ ICകളൊക്കെ അവൈലബിൾ ആണ്. നമ്മളെ മാർക്കറ്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ സാധനം കിട്ടുന്നുണ്ട്. എന്ത് സാധനം അതായത് നമ്മൾ ഈ മൊബൈൽ ഫോൺ ടെക്നോളജി നമ്മൾ DIATൽ മൊബൈൽ ഫോൺ ടെക്നോളജി കൊടുക്കുന്നുണ്ട്. ഈ നമ്മളെ സ്ഥാപനത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് പറയാല്ല കേട്ടോ. കാരണം ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു അഡ്വാൻസ്ഡ് രൂപമാണ്. അപ്പോൾ ആദ്യം ഇലക്ട്രോണിക്സിൻ്റെ ബേസ് പഠിക്കണം. മൊബൈൽ ഫോൺ എന്താണെന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസ് പഠിക്കണം. ഈ ഇലക്ട്രോണിക്സിൻ്റെ ബേസ് പഠിച്ചാൾക്ക് ഇലക്ട്രോണിക് ഡിവൈസുകൾ നന്നാക്കാനുള്ള ഒരു നോളജ് കൂടി കിട്ടുകയാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുക, അയാളെ വീട്ടിലുള്ള വേറെ ഗാഡ്ജറ്റ്സുകളും ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നോളജ് മൊബൈൽ ഫോൺ ടെക്നോളജി പഠിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ സാറിന് വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാറ് DIATൽ വന്ന് നമ്മളെ സ്ഥാപനം കണ്ട് ഒരുപാട് ടൂൾസുകളൊക്കെ പുതിയ കണ്ടു. ഇപ്പം ഈവൻ ഡിസ്പ്ലേയിൽ ലൈനിൽ വരുന്നത് ഫിക്സ് ചെയ്യുന്നത്, അപ്ഡേഷനേഷൻ കംപ്ലൈൻറ്റ് ആകുന്ന സമയത്ത് വരുന്ന ഡിസ്പ്ലേൻ്റെ പ്രശ്നങ്ങൾ, ഫ്ലിക്കറിങ്, പിന്നെ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഫിക്സ് ചെയ്യുന്ന മെഷീൻ കണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു മേഖല സാർ ഇവിടെ വരുന്നതിന് മുമ്പുള്ളതും ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് പറയാനുണ്ടോ സാർക്ക്? ആ മേഖലയിൽ സാർ മനസ്സിലാക്കിയത് കാണുന്ന എനിക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർ കാണുന്ന ഒരു മൊബൈൽ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കോഴിപ്പേട്ട സൈഡിൽ ഒരു ചെറിയ റൂം, അവിടെ ഒപ്പോന്റെ വിവോയുടെ 2 കട്ടൗട്ടും 2 ഇതും, ചെന്ന് കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ചെയ്തെടുക്കും, അതിന്റെ മറ്റേ ബാക്ക് കേസ് കവർ ഉണ്ടാവും, ചിലപ്പോൾ 2
മൊബൈലും ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. ഡിസ്പ്ലേ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ വാല്യൂ നാളെ തരാം എന്ന് പറയുന്നു, ഇവൻ വാങ്ങി വെച്ചിട്ട് കൊണ്ടുപോയി ചെയ്യാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഡിവൈസുകൾ വേണം. അത് ആ ടെക്നോളജി നമ്മൾ അറിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം. പക്ഷെ ഈ നാട്ടിൻപുറത്തുള്ള 90% ഈ പറയുന്ന മൊബൈൽ കടകളിലും ഇവർക്ക് ഈ ടെക്നോളജിയും അറിയില്ല, ഇവർക്ക് സർവീസ് ചെയ്യാൻ അറിയില്ല. ഇവരെ കൊടുത്ത് ഒരു ഇതിനിടക്കാലത്ത് നോക്കിയുടെ ഒക്കെ ഒരു കാലത്ത് ഈ വാച്ച് റിപ്പയർ ചെയ്യുന്ന ആൾക്കാര് സ്മാർട്ട് ഫോൺ റിപ്പയർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വാച്ച് മൊബൈൽ റിപ്പയർ, കടയുടെ പേര് വാച്ച് മൊബൈൽ റിപ്പയർ. അപ്പം അത് ജസ്റ്റ് ക്ലീനിങ് പരിപാടികൾ മാത്രമാണ്. വാട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒന്ന് ട്രൈ കഴിക്കുന്ന സമയത്ത് ചിലത് അങ്ങനെ റെഡിയാവുന്ന ഒരു കാലം. ഒറ്റക്കണ്ണിന് ഇങ്ങനെ വെച്ച് നോക്കുന്ന ഒരു ലെൻസും ഉണ്ടാവും, നല്ല ബ്രഷും ഉണ്ടാവും, പിന്നെ മറ്റേ ട്യൂസറും ഉണ്ടാവും. അല്ല അവരാദ്യം ചെയ്തത് സോൾഡർ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് വിടും, അത്രേ ഉള്ളൂ. അതില് ശരിയായി ഫ്ലവർ വെച്ച് ഒന്ന് ബോർഡ് മൊത്തത്തിലൊന്ന് ഹീറ്റ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ട് ഇപ്പോഴും ചില മൊബൈലുകളൊക്കെ സർവീസ് ചെയ്യുന്ന കടകളൊക്കെ ഇങ്ങനത്തെ പഴയ രീതിയിലൊക്കെ അഴിച്ചു അത്തരം രീതിയിൽ, അതായത് ബേസ് ലെവലിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മൊബൈൽ ഫോൺ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു ഗാഡ്ജറ്റ്സും സർവീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ലെവലിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ആയിരിക്കണം അവർ പഠിച്ചിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ മദർ ബോർഡ് ഒരു കംപ്ലൈൻസ് ഐഡന്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കണം ആ ടെക്നീഷ്യൻ വളർന്നുണ്ടാവുക. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ്സിന്റെ അതിന്റെ ബോർഡിലെ കംപ്ലൈൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അത് ഇപ്പൊ നോർമലി ഒരു എല്ലാ ടെക്നീഷ്യൻസും കംപ്ലൈൻസ് ഐഡന്റിഫൈ ചെയ്യാതെ നമുക്ക് ഇതിന്റെ ഒരു സ്കിമാറ്റിക്സ് അവൈലബിൾ ആണ്. ഒരുവിധം ഫോണിലൊക്കെ സ്കിമാറ്റിക് ഒരു 60-70% മോഡൽസിന്റെ സ്കിമാറ്റിക് സർക്യൂട്ട് ഡയഗ്രാം അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഒരുവിധം ടെക്നീഷ്യൻസ് ഒക്കെ കംപ്ലൈൻസ് ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ സ്കിമാറ്റിക്സ് സർക്യൂട്ട് ഡയഗ്രാം അവൈലബിൾ അല്ലാത്ത കുറെ ഡിവൈസുകളുണ്ട്. അതിന്റെ കംപ്ലൈൻസ് മദർ ബോർഡിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് സ്കില്ലാണ്. അത് ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. അത് കൃത്യമായിട്ട് അതിന്റെ ക്ലാസ് കിട്ടിയ ഒരു ടെക്നീഷ്യൻസ് മാത്രമേ ആ ടെക്നീഷ്യനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റ് ഗാഡ്ജറ്റ്സിന്റെ സർവീസ് ചെയ്യാൻ പറ്റും. അല്ല ഇപ്പൊ ഇവിടെ നിങ്ങൾ വന്നപ്പോൾ ഞാൻ നമ്മൾ ലൈൻസ് വരുന്ന ഡിസ്പ്ലേ നമ്മൾ റിപ്പയർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ നോർമൽ കടകളിൽ കൊണ്ട് കൊടുത്താൽ എന്താ ചെയ്യാ, പണി എളുപ്പമാണോ അത് ചെയ്യും. നമുക്ക് അത്രയും പൈസ അവിടെ പോയി എന്നാ ശരിക്കും ഇങ്ങനെ സർവീസ് മരുന്നുള്ളൂ. പക്ഷെ അതിന് പകരം അത്രയും നമ്മള് സാധാരണക്കാരനെ പൈസ മുടക്കേണ്ടി വരും. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ട് നഷ്ടം വരുന്നത് നമ്മുടെ പബ്ലിക്കിനാണ്. അതായത് സാറ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സാംസങ്ങില് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ S21 Ultra, S20 Ultra, Note 20 Ultra, S22 Ultra, S23 Ultra, S23 അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് പ്രീമിയം ഫോണുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം നനയെ അല്ലെങ്കിൽ താഴെ വീഴ് എന്തിന് അപ്ഡേറ്റ് ചെയ്താൽ പോലും ഡിസ്പ്ലേ പച്ച കളറായി പോവുക, ഒരു ഗ്രീനിഷ് കളറിലേക്ക് പോവുക, അല്ലെങ്കിൽ ഡിമ്മായി പോവുക, കളർ ഷെയ്ഡ് വരിക, അങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് മുഴുവൻ ഒരു 99% ഈ ഫ്ലെക്സ് ബോണ്ട് ചെയ്യുക, അതായത് നമ്മൾ നേരത്തെ കണ്ട മെഷീനിൽ ആ ഫ്ലെക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഇങ്ങനെയുള്ള കേസിലൊക്കെ ഇത് കമ്പനിയിലൊക്കെ ചെയ്യുന്നത് സാധാരണ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ വലിയ ഡിസ്പ്ലേ സെറ്റുകൾക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ 20,000 ഒക്കെയാണ് ചാർജ്. നമ്മളത് ചെറിയ പൈസക്ക് ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അപ്പോൾ അത് ഐഫോൺസിലാണെങ്കിൽ അതുപോലെ തന്നെ ഐഫോണിന്റെ ഇപ്പോൾ 13 Pro, 13 Pro Max, 14 Pro, 14 Pro Max ഇതിലൊക്കെ സ്ഥിരം കംപ്ലൈന്റ് ആണ് ഡിസ്പ്ലേ കളർ ചേഞ്ച് ആയിക്കുക. അത് ആ ഫ്ലെക്സ് തന്നെ ശരിയാക്കാൻ പറ്റുന്ന കേസുകളുണ്ട്. ഇല്ലാത്തത് ആ ഫ്ലെക്സ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ റെഡിയാക്കുക. അപ്പൊ അത് ഒരുവിധ കമ്പനികൾക്കൊക്കെ ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഈ സാംസങ്ങിന്റെ ഐഫോണിന്റെ കേസ്. അതുപോലെ തന്നെ MIയിലും OnePlusലും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞല്ലോ, ഇതൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാത്തവരാണ് നമ്മൾ കൂടുതൽ കുടുക്കി 10,000, 15,000 കൊടുത്ത് ഡിസ്പ്ലേ മാറ്റിക്കലും ഇത് ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ ആയിട്ട് 5,000, 6,000 കൊടുത്തിട്ട് ഒതുക്കും. ഡിസ്പ്ലേ ബാറ്ററി ചാർജ് ആ ലെവലിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് നമ്മൾ ലെവൽ 1 ടെക്നീഷ്യൻസ് എന്നാണ് പറയുന്നത്. അതാണ്. അപ്പൊ ഈ ടെക്നീഷ്യൻസിന് ഒരു വിജ്ഞാനം കുറവുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന പബ്ലിക്കാണ്. ഞാനൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. നമുക്കിപ്പോ കുറെ കോഴ്സ് എൻക്വയറി വരും. ഇപ്പൊ +2 എക്സാം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ. അപ്പൊ പലരും വിളിച്ചിട്ട് ചോദിക്കും അവിടെ എങ്ങനെയാണ് കോഴ്സ് വരുന്നത്, തിയറി ഉണ്ടാവും
നമ്മൾ പറയാം തിയറി പഠിക്കാൻ താല്പര്യമില്ല. തിയറി ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ മാത്രമായിട്ട് നിങ്ങൾ കോഴ്സ് കൊടുക്കുമോ? കാര്യമില്ലല്ലോ സത്യത്തിൽ അത് അല്ലേ. അതായത് ഈ ലേണിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗിന്റെ സമയത്ത് നമ്മൾ ലേണിംഗ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നില്ല, എന്തിനാ? അപ്പം അതില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുമോ എന്ന് ചോദിക്കുന്ന മാതിരിയാണ്. ഇതിപ്പോ ഇതിന്റെ ഒരു തിയറി സൈഡ്സ് അറിയാതെ നമ്മൾ പഠിച്ചോണ്ട് ടെക്നീഷ്യൻ ആവില്ല. നമ്മൾ പ്രാക്ടിക്കലി എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണം, ഒരു കംപ്ലൈന്റിലേക്ക് എങ്ങനെ അതിന്റെ സൊല്യൂഷനിലേക്ക് എത്തണം എന്നുള്ളതിന് ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഇവര് തിയറി ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അതായത് നമ്മളൊരു കംപ്ലൈന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് തിയറിറ്റിക്കൽ നോളജാണ്, അല്ലെങ്കിൽ ആ കംപ്ലൈന്റ് ഫൈൻഡ് ഔട്ട് ഇത് സോൾവ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ നോളജാണ്. അതിന് ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് അറിയാം, ഇവർ ഈ ബുക്കുകളിൽ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ആവശ്യമുള്ള ആളുകളുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് എന്തിന് പഠിച്ചത് ഇപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം മൊബൈൽ ഫോണിന്റെ തിയറിന്റെ കാര്യത്തിൽ പല ടെക്നീഷ്യന്മാരും ചിന്തിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാ അന്ന് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ പഠിപ്പിച്ചിരുന്ന ഒരു കാലം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുണ്ട്. പക്ഷെ ആവശ്യമുള്ള തിയറി പഠിക്കേണ്ടത് ഇപ്പോഴും അത്യാവശ്യമാണ്. പിന്നെന്ന് വെച്ചാൽ തിയറി പഠിച്ചു എന്ന് അറിയാതെ തന്നെ അവനിൽ ഉണ്ടാവുന്ന ഒരു നോളജ് ഉണ്ട്. അത് അവൻ അറിയാതെ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ അതെന്തിനു പഠിച്ചു? അല്ല, തിയറി പഠിച്ചാൽ മാത്രമല്ലേ നമുക്ക് ചിന്തിച്ചുകൊണ്ടൊരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേന്ന് പറഞ്ഞാല് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ LED അടിച്ചു പോയി, LED മാറ്റി വെച്ചാൽ മതി, അതാണ് പ്രാക്ടിക്കൽ. എങ്ങനെ അടിച്ചു പോയി? LED അടിച്ചു പോയത് എങ്ങനെയാ? അതെ, കാരണമുണ്ട്. അത് പറയണെങ്കിൽ തിയറി പഠിക്കണം. അപ്പൊ ഇങ്ങനെ പഠിച്ചെടുക്കാൻ തറ കെട്ടാണ്ട് വീട് പണിയണ പരിപാടിയാണ്. ചില സ്ഥാപനങ്ങൾ പറയുന്നുണ്ട് ഇത് പഠിക്കാൻ വളരെയധികം സിമ്പിൾ ആണ്, ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ എന്നൊക്കെ. അത് ഒന്നുമില്ല, അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ. ഏത് കോഴ്സ് പഠിക്കാനും ഒരു ഡിവൈസില് ഒന്നും പഠിക്കാനില്ല, അത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഇനി സാറ് വേറെ കാര്യം ചോദിക്കുകയാണ്, ഈ സ്ഥാപനം കണ്ട സ്ഥിതിക്ക് സാറ് ചോദിക്കുകയാണ്, ഒരു സാധാരണ ഒരു നമ്മൾ പറയും, സാധാരണ പറയും ഇപ്പോൾ +2 തോറ്റാലും കരിയർ സെറ്റാക്കാം, അല്ലെങ്കിൽ മാർക്ക് കുറവാണോ കരിയർ സെറ്റാക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പഠിക്കും. അങ്ങനത്തെ ഒരാൾക്ക് പറ്റിയ പണിയായിട്ട് നിങ്ങൾ സാർക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് വേണ്ടത് താല്പര്യം എന്നൊരു സംഭവമാണ്. ആ താല്പര്യം ഉണ്ടായിട്ട് അവനെ ഇതിൽ പഠിക്കാൻ വന്നാലേ ഉള്ളൂ. അല്ലാണ്ട് വീട്ടുകാർ നിർബന്ധിച്ച് നീ മൊബൈൽ പോയി പഠിക്കുന്നു, മറ്റേ +2 തോറ്റല്ല, അല്ലെ ഇത് പോയില്ല, മാർക്ക് കുറവല്ലേ നിനക്ക് +2 നീ ഇത് പഠിച്ചാൽ എന്നിട്ട് കാര്യമില്ല. അവൻ അങ്ങനെ ഉന്തി തള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇവൻ പഠിച്ചിട്ട് ഇവിടുന്ന് പോകും. ഇതിന് ശേഷം ഇവൻ ഏതെങ്കിലും കടയിൽ പോയി 2 നിർത്തി +2 നല്ല മാർക്ക് വാങ്ങിച്ച ഒരു പയ്യൻ ഇവിടെ പഠിക്കുന്നുണ്ട്. അവന്റെ ഫാദർ ഇവിടെ പഠിച്ചാണ്. അതിനുശേഷം മകനെ ഫാദർ ഇവിടെ പഠിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങനെ സംഭവം കൂടെ ഉണ്ട്. ഫാദറും മകനൊക്കെ പഠിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോ ഒരു പാഷനായിട്ട് എടുക്കുന്ന ആളുകൾ ചിലര് ബിടെക് കഴിഞ്ഞവർ ഇവിടെ പഠിക്കാൻ വരാറുണ്ട്. 50 വയസ്സായിട്ട് പല സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ആളുകൾ വരെ പഠിക്കാൻ വരാറുണ്ട്. ഈ ടെക്നോളജിയിലുള്ള ഒരു പാഷനായിട്ട് ഇതിനോടുള്ള ഒരു താല്പര്യം സാറ് പറഞ്ഞതാണ് ഇതിൽ 100% ക്ലിയർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ വിദ്യാഭ്യാസമോ അല്ല അയാൾക്കുള്ള നോളജോ കഴിവുകളോ അല്ല പ്രാധാന്യം, അയാൾക്ക് ഇതിലേക്കുള്ള ഇൻട്രസ്റ്റ്. ഇത് പഠിക്കുക, ഈ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പഠിക്കണം എന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ മമ്മൂട്ടിയുടെ സിനിമയിൽ പറഞ്ഞ മാതിരി നിങ്ങളൊരു ആക്ടർ ആവണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ശ്രമിക്കുകയാണെങ്കിൽ ആയിരിക്കുന്ന പോലെ ഒരു ടെക്നീഷ്യൻ ആവാൻ അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സ്ഥാപനത്തിൽ പോയാൽ, അതായത് ഞങ്ങൾ പറഞ്ഞ ഡിയാറ്റിൽ വന്നാൽ ഞങ്ങൾ ആക്കിയിരിക്കുന്നതല്ല, നല്ലൊരു സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ടെക്നീഷ്യൻ ആയിരിക്കും. താല്പര്യം ഒരു പ്രധാന ഘടകമാണ്. ഈ ഒരു താല്പര്യത്തിന്റെ മറുപടിച്ചിട്ട് പലരും പരസ്യം ചെയ്യുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഫുൾ ടൈം മൊബൈലിലാണ്, എന്നാ പിന്നെ ആ മൊബൈൽ ഫോൺ പഠിപ്പിച്ചേക്കാം. ഒന്നെങ്കിൽ ഗെയിം കളിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീൽസ് കണ്ടോണ്ടിരിക്കാം. ഇത് ചെയ്യുന്നവന് പറ്റുന്ന പണിയാണോ മൊബൈൽ ഫോൺ സർവീസ്? രണ്ടാണ്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണയെ പിടിച്ചിട്ട് എന്നാ ഫുൾ ടൈം ആ മൊബൈലാണ്, പിന്നെ ആ മൊബൈലിന്റെ വഴി തന്നെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടേ ആക്കാൻ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ. അല്ല, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ബിടെക് പഠിച്ചവരും പറയില്ലേ, നമ്മൾ പറയുമല്ലോ ഇപ്പൊ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ടേനും ബിടെക്. എന്താ കാര്യം, ഈ ബിടെക്കും ഇലക്ട്രോണിക്സും ഇതൊക്കെ പഠിച്ച ആൾക്കാരെടുത്തുണ്ട്. നിങ്ങൾ അത്യാവശ്യം ഈ പറഞ്ഞ നേരത്തെ നമ്മൾ LED ഒരു LED വന്ന്, അതായത് LED ഞാൻ ജസ്റ്റ് ഒരു LED കയ്യിൽ കൊടുക്കുകയാണ്, ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നീ കണ്ടെത്തിത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര പേര് കണ്ടെത്തി? അതായത് അവൻ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കരുത്, അല്ലാണ്ട് കാല് നോക്കി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവന് പറ്റില്ല.
പക്ഷെ താല്പര്യമുള്ളവരാണെങ്കിൽ അത് പറഞ്ഞിരിക്കും എങ്ങനെയാണ് അവൻ അറിയാതെ അതിന്റെ വളരെ കറക്റ്റാ. വളരെ വൈകി ഒരു എക്സാമ്പിളോട് ഞാൻ പറയാം. ആ കാലിന്റെ വലിപ്പം നോക്കി ചിലപ്പോ കണ്ടുപിടിക്കും. ഒരു എക്സാമ്പിളോട് ഞാൻ പറയാം. ഒരേ വലിപ്പാക്കി കൊടുത്താൽ വ്യത്യാസം. മിഥുൻ സാറേ, ഇതില് ഒരു സംഭവം എന്താ വെച്ചാൽ എന്റെ അനിയൻ ബിടെക് പഠിച്ചതാ. അപ്പൊ ഇവരെ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയാ, നമ്മളെ കൈക്കും കാലിലൊക്കെ സ്വാധീനമില്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയർ എങ്ങനെ ഈ തല ചലിച്ചിട്ടും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കുക. ഇതൊരു ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നുള്ളൂ. ഇവർക്ക് ഇത് സംഭവം നോക്കിയിട്ട് ഒന്നും മനസ്സിലാവില്ല. സംഭവം ചെറിയ വിഷയമേ ഉള്ളൂ. ഇലക്ട്രോണിക്സിൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇതിനെ കുറിച്ചൊക്കെ ഡീപ്പായി പഠിച്ചിട്ടുണ്ട്. ഞാൻ ITA കഴിഞ്ഞതാ. അപ്പൊ ഞാൻ ITA പഠിച്ച ഇലക്ട്രോണിക്സ് പോലും ഇവര് ബിടെക് കഴിഞ്ഞ ആളുകൾക്ക്, ഞാൻ കുറ്റം പറയല്ല കേട്ടോ, അറിയുന്ന ആളുകൾ ഉണ്ടാവും. ഇവരൊരു 5-10 ആൾക്കാരുണ്ട് ഒരു പ്രൊജക്ട് ചെയ്യാൻ. ഇതിനെ കുറിച്ച് വളരെ നോളജ് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ബേസിക് ഇലക്ട്രോണിക്സിലുള്ള സ്പെയർ ചെക്ക് ചെയ്യാനുള്ള ഒരു മിനിമം നോളജ് പോലും അവർക്ക് ഇല്ല. അപ്പൊ അത് പല സാഹചര്യങ്ങൾ കൊണ്ടാവും. അവർ ചെയ്യുന്നതെന്ന് വെച്ചാല് അവര് കുറച്ച് സർക്യൂട്ടുകൾ എവിടെയും പഠിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ആ പറയുന്ന ഒരു ഡിവൈസ് ആക്കി, നേരത്തെ പറഞ്ഞ പോലെ തിയറി താല്പര്യത്തോടെ പഠിക്കുകയോ അത് പ്രാക്ടിക്കലാക്കി ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സാർ പറഞ്ഞ ഈ ഒരു പ്രോബ്ലം അവിടെ വരും. ആപ്ലിക്കേഷൻ ലെവലിൽ വേണം ശരിക്കും ഇലക്ട്രോണിക്സിനെ അപ്രോച്ച് ചെയ്യാൻ എന്നാണ് തോന്നിയിട്ടുള്ളത്. അതായത് തിയറി അത് അങ്ങനെ പഠിക്കും, ഇത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മെയിനായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുന്നത്. പിന്നെ മാർക്കറ്റിൽ, അതായത് ശരിക്കും കോഴ്സ് ചെയ്യാൻ വരുന്നതിൽ തന്നെ നമ്മുടെ അടുത്തൊക്കെ പഠിക്കാൻ വരുന്നതിന് 2 കാറ്റഗറി ഉണ്ട് കേട്ടോ. അതായത് ചിലർക്ക് നല്ല പക്ക തിയറി നോളജ് ഉണ്ടാവും, പ്രാക്ടിക്കലി സ്കില്ല് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാവും. പക്ഷെ ആ 2 പേർക്കും 2 രീതിയിൽ സാധ്യതകളുണ്ട്. അതായത് ഇപ്പൊ അവര് തിയറി നോളജിലും അതുപോലെ ഒരു സിസ്റ്റം യൂസ് ചെയ്യാനൊക്കെ വളരെ ഓക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് സോഫ്റ്റ്വെയർ സൈഡൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ സൈഡിൽ നല്ലൊരു സാധ്യതയാണ്. അപ്പൊ നമ്മൾ അവരെ കഴിവ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ സ്കില്ലുള്ള ആളുകൾ, നല്ല കൈകൊണ്ട് നല്ല കൈവഴക്കുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്ലാസ് ചേഞ്ചിങ് പോലെയുള്ള വർക്കുകൾക്ക് പക്കയായിരിക്കും. അതായത് മൊബൈൽ ഫോണിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സൈഡാണ് ഇതുപോലെയുള്ള ഗ്ലാസുകൾ റീപ്ലേസ് ചെയ്യുക. ഡിസ്പ്ലേ പൊട്ടാതെ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലെക്സ് ചേഞ്ച് ചെയ്യണം. നമ്മളടുത്ത് വില കൂടിയ 5 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെയും മെഷീൻ ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ അതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കൈവഴക്കം കൂടി വേണം. അപ്പൊ അത് അങ്ങനെയുള്ള സ്കില്ലുള്ള ആൾക്കാർ അത് കണ്ടെത്തിയിട്ട് അതിലേക്ക് മാറ്റാനും ഒരു ട്രെയിനർക്ക് അറിയണം. ഒരു ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിക്ക് ഏത് മേഖലയിലാണ് കഴിവുള്ളത്, അല്ലെങ്കിൽ അയാൾ കഴിവില്ലാത്ത ആളാണോ എന്താന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ട്രെയിനർക്ക് വേണം. നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഹാർഡ്വെയർ നല്ല സ്കില്ലായിട്ട് വരണമെന്നില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാരുണ്ട്, ചില പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവര് നമ്മളാരും നിരാശപ്പെടുത്താറൊന്നുമില്ല. അവർക്ക് പറ്റാവുന്ന അവരെ വഴി അവർക്ക് സോഫ്റ്റ്വെയർ സൈഡ് ചെയ്യാം. നമ്മളെ കൂടെ ഡിയാറ്റിൽ എത്തിയിട്ട് നമ്മളെ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് നമ്മളെവിടെ പൊതുജനങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കും ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ രതീഷ് സാറ് നമ്മളെ കൂടെ നിന്ന് ചർച്ച ചെയ്തു. അദ്ദേഹത്തിന് ഞങ്ങൾ ഡിയാറ്റിന്റെ പേരിൽ വലിയൊരു നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഇനിയും ഇത് സാറിനോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ അത് ടെക്നീഷ്യൻസിന് വരുന്ന ചേഞ്ചസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് യൂട്യൂബേഴ്സ്, സാറിനോട് മാത്രമല്ല പല യൂട്യൂബേഴ്സ് ഉണ്ട്, എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടെക്നോളജിയും അവർക്ക് കിട്ടുന്ന നോളജും ലിങ്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി രതീഷ് സാറോട് നന്ദി പറഞ്ഞിട്ട് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സാർ. Thank you, sir.